മുകളിലായിട്ട് നമ്മൾ മിക്സ്. അസ്സലാമലൈക്കും. അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സൂപ്പർ ബിസ്ക്കറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റും ക്രീമിയും ആയിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഇത്. അപ്പോൾ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടാലോ? വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്നും പറയുന്നത് പോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ അച്ചൂസ് ടൈം എന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതൊന്ന് ഓളൊന്നും പ്രസ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ എങ്ങനെയാണിത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കാണാം. ഈ ഒരു പുഡിങ് തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലോട്ട് 1/2 ലിറ്ററോളം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ സാധാരണ പശുവും പാലുണ്ടല്ലോ, അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ പൗഡറും 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കൊക്കോ പൗഡറിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡാർക്ക് ചോക്ലേറ്റോ ന്യൂട്ടെല്ലയുടെ മിക്സോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് പൊടിച്ച പഞ്ചസാര 1 കപ്പിൻ്റെ അടുത്തോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം കുറച്ച് അധികം വേണേ ഈ ഒരു പുഡിങ്ങിന്. അപ്പോൾ പൊടിക്കാത്ത പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. ഇത് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാനായിട്ട് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലൊരു ഫ്ലേവർ ആ ഒരു പുഡിങ്ങിന് കിട്ടാനായിട്ട് 1 ടീസ്പൂണിൻ്റെ അടുത്ത് വാനില എസൻസും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കോൺഫ്ലോർ പൗഡറും കൊക്കോ പൗഡറും ഒക്കെ പാലിൽ നല്ലോണം അലിയുന്ന തരത്തിൽ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് സ്റ്റൗവിൽ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒരു തവി വെച്ചിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയ പീസ് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ബട്ടർ ചേർക്കുന്നത് നമ്മുടെ പുഡിങ്ങിൻ്റെ ടെക്സ്ചർ നല്ല സ്മൂത്തായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ബട്ടർ ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ പീസ് മതിയാകും. ഇനി അതും ചേർത്തിട്ട് നന്നായിട്ട് തവി വെച്ചിട്ട് കൈയെടുക്കാതെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. കോൺഫ്ലോർ പൗഡർ ചേർത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ട കെട്ടിപ്പോവും. അപ്പോൾ കൈ എടുക്കാതെ ഇളക്കിയിട്ട് കണ്ടില്ല, ഇത് ഈ ഒരു തിക്നെസ് ആകുന്ന സമയത്ത് നമ്മളിത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ആ ഒരു മിക്സ് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക. ഇനിയൊരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് പൊടിച്ച പഞ്ചസാരയും 1/2 കപ്പ് പാലും ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ബിസ്ക്കറ്റ് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലാണ് നമ്മൾ ഡിപ്പ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ടാണ് ഈ ഒരു മിക്സ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു പുഡിങ് തയ്യാറാക്കി എടുക്കാനായിട്ട് ബിസ്ക്കറ്റ് എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ബോക്സ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതെടുത്താൽ മതിയാകും. ഇപ്പം മേരിയ ബിസ്ക്കറ്റോ മിൽക്ക് ബിക്കീസോ ഏതായാലും കുഴപ്പമില്ല. ഇതിപ്പം കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, ഒരു പ്രത്യേക ഷേപ്പൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. വൈറ്റ് എള്ളൊക്കെ ഉണ്ട് മുകളിൽ. പക്ഷേ കഴിക്കാൻ ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, അധികം മധുരമൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. ആ ഒരു ബോക്സ് നിറയെ ഉള്ളതുകൊണ്ട് വെറുതെ ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ വെറുതെ തോന്നിയതാണ് ഇത് വെച്ചിട്ട് എന്നാൽ ഒരു പുഡിങ് ഉണ്ടാക്കി നോക്കിയാലോ എന്ന്. അപ്പോൾ ജസ്റ്റ് എൻ്റെ കയ്യിൽ കൊക്കോ പൗഡറും കോൺഫ്ലോർ പൗഡറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു. ഉണ്ടാക്കി വന്നിട്ട് കഴിച്ചപ്പോൾ അപാര ടേസ്റ്റായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും, അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു ബിസ്ക്കറ്റിൻ്റെ ടേസ്റ്റേ മാറിയിട്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ല, തൊടുമ്പം തന്നെ പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പൊട്ടിപ്പോകുന്നതൊന്നും പ്രശ്നമില്ല, നമുക്ക് ലെയർ ചെയ്തെടുക്കുന്ന സമയത്ത് കാണില്ലല്ലോ. എന്തായാലും നമ്മൾ സ്പൂൺ കൊണ്ട് കോരിയിട്ടല്ലേ എടുക്കുക. അപ്പോൾ അതുകൊണ്ട് അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഓരോ ബിസ്ക്കറ്റും ഇതുപോലെ ആ ഒരു മിൽക്കിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഓരോ ലെയറായിട്ട് ഏതൊരു പുഡിങ്ങിൻ്റെ പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിൽ ലെയറായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് മുകളിൽ നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് ഉണ്ടല്ലോ, കൊക്കോ പൗഡറൊക്കെ ഇട്ടിട്ടുള്ള പാലിൻ്റെ ആ ഒരു മിക്സ് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ആകുന്ന തരത്തിലൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം മുകളിൽ വീണ്ടും ബിസ്ക്കറ്റിൻ്റെ ലെയർ വെച്ച് കൊടുക്കുക. എന്നിട്ട് മുകളിൽ വീണ്ടും ഈ ഒരു പുഡിങ്ങിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ എത്രയാണോ നമുക്ക് ലെയർ ആവശ്യമായിട്ടുള്ളത് അത്രയും ഇതുപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കാമേ. പിന്നെ നമ്മൾ ബിസ്ക്കറ്റ് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ആ ഒരു പാലിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ബിസ്ക്കറ്റിന് ഒട്ടും മധുരം ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മളിപ്പോൾ മിൽക്ക് ബിക്കീസോ മേരി ബിസ്ക്കറ്റോ ഒക്കെയാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ വെറും പാലിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ലെയർ ചെയ്തെടുത്താലും മതിയേ. ഇതിപ്പോൾ 3 ലെയറായിട്ട് ബിസ്ക്കറ്റ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും മുകളിലായിട്ട് ഒരിത്തിരി വിപ്പിംഗ് ക്രീം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഗാർണിഷിങ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നട്ട്സ് വെച്ചിട്ടും ഈ ഒരു ബിസ്ക്കറ്റ് തന്നെ പൊടിച്ച് വെച്ചിട്ടും ഒക്കെ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ബിസ്ക്കറ്റ് അധികം മധുരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പൊടിച്ച് വെച്ച് കൊടുത്തിട്ടില്ല. പിന്നെ ഓൾറെഡി നമ്മൾ 3 ലെയറായിട്ട് ബിസ്ക്കറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് വിപ്പിംഗ് ക്രീമാണ് മുകളിൽ വെച്ച് കൊടുത്തത്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 3-4 മണിക്കൂർ ഒന്നങ്ങ് സെറ്റ് ചെയ്തെടുത്താൽ നമുക്ക് ഈ ഒരു പുഡിങ് റെഡിയാക്കി കിട്ടിക്കോളും. ഒരുപാട് ഹാർഡായിട്ടൊന്നുമില്ല ഉണ്ടാവുക, നല്ല ക്രീമി ടെക്സ്ചറായിട്ടാണ് ഈ ഒരു ബിസ്ക്കറ്റ് ഉണ്ടാവുക. അപ്പോൾ ഒരു 3-4 മണിക്കൂറിൻ്റെ നമുക്കിത് തണുപ്പിച്ചിട്ട് കഴിക്കാവുന്നതാണ്.
നമ്മളിത് കഴിക്കുന്ന സമയത്ത് ആ ഒരു ബട്ടർ ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടോ ക്രീമി ആയിട്ടാണ് ഇതുണ്ടാവുക. പിന്നെ വിപ്പിംഗ് ക്രീം മുകളിലുള്ളത് കൊണ്ട് തന്നെ നമ്മളിത് കഴിക്കുന്ന സമയത്ത് ആ ഒരു ഡ്രീം കേക്ക് ഉണ്ടല്ലോ, ഡ്രീം കേക്കിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു. കുറച്ച് വാനില എസൻസും പിന്നെ ആ ഒരു കൊക്കോ പൗഡറിൻ്റെ ഒക്കെ ടേസ്റ്റായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. ഇപ്പോൾ ഖത്തറിലൊക്കെ സമ്മർ വെക്കേഷൻ ആണല്ലോ, അപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇടയ്ക്ക് എന്തെങ്കിലും ഇതുപോലെ മധുരമൊക്കെ ആവശ്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബിസ്ക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഇത്. ഉറപ്പായിട്ടും കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. പിന്നെ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയെടുക്കാമേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റും ക്രീമി ആയിട്ട് നമ്മളിത് കഴിക്കുന്ന സമയത്ത് കഴിച്ചുകൊണ്ടേയിരിക്കും, പാത്രം കാലിയാകുന്ന വഴി അറിയില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ മക്കൾസിനൊക്കെ ഒരു തവണയെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി കൊടുക്കുക, എന്നിട്ട് മറക്കാതെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പിന്നെ എന്നും പറയുന്നത് പോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ അച്ചസ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.